എന്റെ പശുവിന് പോലും അവനെ പിടിക്കുന്നില്ല. അവനവ് കണ്ടോ രമണൻ പറയൂ. ഞാനിപ്പോ ഗോകുല ഹൗസിലെ പശുക്കളെ ഡീൽ ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് 8 ലിറ്റർ കിട്ടേണ്ട പശുവിൽ നിന്ന് 5 ലിറ്റർ കിട്ടിയോളോ? ആ ബാസിൽ ക്ലാവ് പിടിച്ചു കാണും. ഒന്ന് നന്നായി അമർത്തി നോക്കൂ. അല്ല, എന്താണാവോ പ്രസിഡന്റ് താമസിച്ചത്? കറവത്തൊഴിലാളികളുടെ PB ഉണ്ടായിരുന്നു. PBയോ? ആ, പോളിറ്റ് ബ്യൂറോ. ഇത്ര വെളുപ്പാങ്കാലം? ഇന്നലെ രാത്രി തുടങ്ങിയതാ. പക്ഷെ ആദ്യത്തെ കമ്മിറ്റിയാന്ന് പറഞ്ഞ കാര്യം ഐഡിയോടായിരുന്നു. അത് ശരി. അപ്പൊ ആദ്യത്തെ കമ്മിറ്റിക്ക് തന്നെ രാഷ്ട്രീയ കൂട്ടത്തിൽ ആടിയല്ല, ഈയടി അടിച്ച് പ്രസിഡന്റ് ഫ്ലാറ്റ് ആയി പോയി. പല പെൺകുട്ടികളും അങ്ങനെ പറയുന്നുണ്ട്. താങ്ക് യു. ഇതെന്താടാ, ബലൂണോ? ബലൂണല്ല, ഗ്ലൗസ്. ഗ്ലാസ് അല്ല, ഗ്ലൗസ്. ഉറ അണുബാധ വരാതിരിക്കാൻ എല്ലാ കറവത്തൊഴിലാളികളും ഇത് ഉപയോഗിക്കണമെന്നാണ് യൂണിയന്റെ തീരുമാനം. എടാ, കൈയുടെ ചൂട് പകർന്ന് കറന്നാലേ പാല് മുഴുവനും ഇങ്ങ് പോരൂ. പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. ആരോഗ്യ പ്രശ്നങ്ങളുള്ള തൊഴിലാളിയോട് ലാഭക്കൊതിയുള്ള സാമ്രാജ്യത്വ മുതലാളിത്ത രീതിയിൽ ഗോപാലേട്ടൻ എന്നോട് സംസാരിക്കരുത്. നീ അധികം രാഷ്ട്രീയമൊന്നും വിളമ്പണ്ട. ആ തൊഴിലാളി തൃക്കൈ കൊണ്ട് എന്റെ പശുവിനെ കറന്ന് ഇങ്ങോട്ട് താ. പിന്നെ മുദ്രാവാക്യം വിളിക്കുന്ന ആവേശമൊന്നും പശുവിന്റെ അകടേട്ട് കാണിക്കരുത്. അതൊരു മിണ്ടാപ്രാണിയാ. ഗോപാലകൃഷ്ണൻ എന്തിനാ? അല്ല, കറവയെ പറ്റി കോച്ചിങ് കൊടുക്കാനാ. ഓനിപ്പോ എവിടെയാണെന്ന് പടച്ചോന് മാത്രമേ അറിയൂ. ഓഹോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. യെസ്. Susan, come on. മൂരിക്കുട്ടൻ നിന്റെ തന്തയടി. മൂരിക്കുട്ടനോ? ഞാനാണോ മൂരിക്കുട്ടൻ? നോക്കരുത്, തന്തക്ക് നല്ല കാണാൻ പറ്റുന്ന കാഴ്ചയാ. ശല്യപ്പെടുത്തില്ലേ? അവിടെ ഒരു വർക്ക് എടുക്കല്ലേ? അന്നോടാരാടി പറഞ്ഞ രാവിലെ തന്നെ ഓന്റെ മുറി കയറാൻ? ഞാൻ ഇന്ന് ഇവിടെ വരണല്ലേ, എന്നാ ഗോപേട്ടിനെ വിളിക്കാന്ന് കരുതി. അപ്പഴേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത്. ഉറക്കത്തിൽ ആരും എന്നെ മോരിക്കുട്ടാന്ന് വിളിച്ചു. ഏതെങ്കിലും അവളുമാര് മോരിക്കുട്ടാന്ന് വിളിച്ചാൽ ഞാൻ എന്ത് വിളിച്ചു? ഞങ്ങള് വരാനല്പം താമസിച്ചെങ്കിൽ എന്റെ ഗോപാലകൃഷ്ണൻ നീ ഇത്രക്ക് ഭയങ്കരാന്ന് വിചാരിച്ചില്ല. എടി ശരിയേ, മുറപ്പുണ്ടാന്ന് കരുതി പ്രായം മറന്ന് പെരുമാറണ്ട രണ്ടാളും. വീട്ടിൽ പോ. മോരിക്കുട്ടനല്ല, കാളക്കുട്ടനാ. എടാ, വീട്ടിൽ കയറി വരുന്നത് നട്ടപ്പാതിരാക്കി. സൂര്യൻ ഉച്ചയിലെത്തുന്നത് വരെ ഉറക്കം. അതിനിടയ്ക്ക് അവന്റെ ഒരു സ്വപ്നം. എടാ, ഇവിടെ എന്തോരം പണി കിടപ്പുണ്ട്, നിനക്കൊന്ന് സഹായിച്ചുകൂടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്ക് ആ പണി വേണ്ടാന്ന്. സ്വപ്നത്തിലെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടുന്ന എനിക്കൊരു ആശ്വാസം. അച്ഛന്റെ ഈ കറവപ്പണി കാരണല്ലേ എനിക്ക് മോരിക്കുട്ടാന്ന് പേര് വീണത്. വീട്ടിൽ കാല് കുത്തിയാൽ നശിച്ച ചാണക. മര്യാദക്ക് നുറങ്ങാൻ പറ്റൂ. അപ്പൊ തുടങ്ങും നാഴികയ്ക്ക് 40 വട്ടം ബേ ബേ എന്നുള്ള കരച്ചില്. മടുത്തു. ഗോപാലകൃഷ്ണ, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? പറ്റിയ പേരും ഗോപാലകൃഷ്ണൻ. പശുപ്രേമം കാരണം കിട്ടിയ പേര് കേട്ട ഓക്കാനം വരും. നല്ല പേരുകൾ വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അയ്യടാ, എന്റെ പൊന്നുമോൻ പറഞ്ഞു. അച്ഛന്റെ ചെവിയും തുറന്നു വെച്ച് കാത്തിരിക്കുക കേക്കാൻ. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കേണ്ട നേരെ. ഓന് കറപ്പണി വേണ്ടെങ്കിൽ വേണ്ട. കറവപ്പണിക്ക് എന്താ കുഴപ്പം? കറവപ്പണി ഇപ്പോൾ സുഖമുള്ള പണി ലോകത്ത് വേറെ ഏത്? 8ാം ക്ലാസ്സിൽ പൊട്ടിയോ പിന്നെ കളക്ടറാവാൻ പോവല്ലേ? ഓ പിന്നെ പണ്ട് മയവല്ലാണ്ടിരിക്കാൻ പോലും സ്കൂളിന്റെ പടി കയറാത്തവനാ 8 പഠിച്ചതിനെ കളിയാക്കാൻ നിൽക്കുന്നത്. പോയി പാലെടുക്കാൻ നോക്കില്ലടാ. മാടി മാടി വിളിക്കുന്നു. 10 രൂപ കൊടുക്കും, നിങ്ങൾ ലക്ഷാധിപതിയാകൂ. അറയ്ക്കേണ്ട മടിച്ച് നിൽക്കണ്ട. ഭാഗ്യം നിങ്ങളുടെ വിരൽ തുമ്പിൽ. മകനെ, ഇന്നൊരു നേരം പട്ടിണി കിടന്ന് 10 രൂപ മുടക്കിയൊരു ടിക്കറ്റ് സ്വന്തമാക്കിയാൽ നാളെ 5 സ്റ്റാർ ഹോട്ടലിൽ കോടീശ്വരനെ മല നേർന്ന് പുട്ടടിക്കാം. മടിക്കണ്ട, എടുക്കുമോനെ. ഇത് 50 രൂപ ഉണ്ടല്ലോ, പിന്നെ 40 രൂപ ബാക്കി. 50 രൂപയിൽ നിന്ന് 10 രൂപ മാത്രം മുടക്കിയ ഒറ്റ ടിക്കറ്റേ കിട്ടൂ. ഒറ്റ നമ്പർമാർ തൊട്ടടുത്ത് 4 ടിക്കറ്റിൽ ഒന്നടിച്ചാൽ ഏതാണ്ടൊക്കെ പോയി അണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. അത് വേണോ? ഈ 5 ടിക്കറ്റ് ഒന്നിച്ചെടുക്കുമോനെ. ഇതിലേതാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ധൈര്യമായിട്ടിരിക്കുമോനെ. എന്റെ മനസ്സ് പറയുന്നു നീ നാളത്തെ റിസർവ് ബാങ്ക് ആവുമെന്ന്. അതായില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഒരു സിറ്റി പണ്ടെങ്കിലും.
അങ്ങനെ നാട്ടുകാരെ പറ്റിച്ച് ചുറ്റിയും പൊട്ടിച്ച് നമുക്ക് അങ്ങനെ മുങ്ങാം. അതാണ് നാട്ടുകാരെ അനുസരിച്ച് നമ്മൾ കണ്ടുപിടിക്കേണ്ട രീതി. മനസ്സിലായ? വെറുതെ കാശ് കളഞ്ഞല്ലോ. ഈ ലോട്ടറി എന്നൊക്കെ പറഞ്ഞ വെറും തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനുള്ള ജനറൽ ലോ കോളേജ് നിൽക്കില്ലേ? ലോ കോളേജ് അല്ല, ക്രോളജി. എന്താണ് ഇപ്പൊ പറഞ്ഞത്? ലോട്ടറി അടിച്ചിട്ടല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉണ്ടായത്? എങ്ങനെ? നമ്മുടെ കുറെ മന്ത്രിമാർക്ക് ലോട്ടറി അടിച്ചിട്ടല്ലേ? ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്? ലോട്ടറി അടിക്കാഞ്ഞിട്ടല്ലേ? ദേ ഇങ്ങനെ എടുത്തോ മോനെ. എനിക്ക് 10 ടിക്കറ്റ്. വിവരമുള്ളവർ ഇങ്ങനെ 10 കൊണ്ട് പിടിച്ചോ. മുഖം കണ്ടാലറിയാം ലോട്ടറി അടിക്കുമല്ലോ. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമ്മളെ കോടീശ്വരന്മാരാക്കുന്ന തങ്കപ്പെട്ട മനുഷ്യന്റെ പോക്കേണ്ട ഗോപാലകൃഷ്ണ. വിശന്നിട്ട് വയ്യ. വയറ്റിലോട്ട് പോകേണ്ട കാശാ ഈ ലോട്ടറി ടിക്കറ്റിന്റെ രൂപത്തിലായത്. ഇത് അടിക്കൂ രമണ. പിന്നില്ലേ എടാ, ഇപ്പിത്തിരി പട്ടിണി കിടന്നാലും ഈ ലോട്ടറി അടിക്കുന്ന കാശ് കൊണ്ട് നമ്മള് 5 സ്റ്റാർ ഹോട്ടലിൽ പണിയൂലേ? വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അല്ലേ? നാളത്തെ ഫ്ലൈറ്റിന് ഞാൻ അമേരിക്കയിലേക്ക് പറക്കാം. അമേരിക്കയിൽ പോയി തിരിച്ചു വരട്ടെ. നിങ്ങൾക്കൊക്കെ ഞാൻ ഒരു അടിപൊളി കോക്ടെയിൽ പാർട്ടി തരുന്നുണ്ട്. എന്നെ പോലെ തെണ്ടി പറക്കി കിടന്ന നിനക്ക് എങ്ങനെയാ അമേരിക്കയിൽ പോകാൻ കോളത്തത്? അതെ, ഞാൻ നിന്നെ പോലെ പെറുക്കിയായിരുന്നെങ്കിലും വിവരമുള്ളവനായിരുന്നു. നീ ഇന്റർനെറ്റ് ചാറ്റിംഗ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. എന്തേ? ചാറ്റിംഗിലൂടെ ഞാൻ ഒരു ചിക്കാഗോ മദാമയുമായി ലവ് ആയി. അവരെ എന്നെ ഇപ്പൊ അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഓക്കെ, ബൈ. ശരി. ഈ ബുദ്ധി എനിക്ക് തോന്നിയില്ലോ രമണ. തോന്നിട്ട് എവിടാ വീട്? ദേവി! പാലിന്റെ കാശ് ഉത്സവം കഴിഞ്ഞിട്ട് തരാം ഗോപാലൻ നായരെ. ഇതാണ് ഞങ്ങൾ പറയുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ശരിയല്ലെന്ന്. ഈ രാജ്യത്ത് എത്രയോ പേരെ പട്ടാപ്പോൾ കൊല്ലാക്കൽ ചെയ്യുന്നു. റോഡിൽ നടന്നാൽ പീഡനം, ബസ്സിൽ കയറിയ പീഡനം, ഫ്ലൈറ്റിൽ കയറിയ പീഡനം, ഫ്ലാറ്റിൽ ചെന്നാൽ പീഡനം. അവരെയൊന്നും പിടികൂടാനും ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ജീവിക്കാൻ വേണ്ടി റേഷനറിയിൽ കുറച്ച് കല്ല് വാരിയിടുന്നവനെയും മണ്ണെണ്ണ പെട്രോൾ ആക്കി വെക്കുന്ന പാവങ്ങളെയും പാലിൽ സ്വല്പക്കോളം വെള്ളം ചേർത്ത് വിൽക്കുന്ന പാവപ്പെട്ടവരെ പിടിച്ച് ജയിലിറക്കും. ഇതല്ലേ ഡാൽഡ? അതാണ് ടാഡ. ഓഹോ, അങ്ങനെയാക്കിയോ? എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വൈകി ചേട്ടാ. ഒരുപാട് വീട്ടിൽ പോണതാ. അതൊക്കെ എനിക്കറിയാം. എടാ, നീ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 30 ലിറ്റർ പാല്. ലിസ്റ്റും പ്രകാരം വീടുകളിൽ കൊടുക്കുന്നത് 30 ലിറ്റർ പാല്. 30 പ്രശ്നം തീർന്നല്ലോ. പിന്നെന്താ കുഴപ്പം? എടാ, ഞാൻ അറിയാത്ത ചില കല്യാണ വീടുകളിലും മറ്റു ചില വീടുകളിലും നീ പാല് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ പാലേതാ? ഗോപാൽ. ഗോപാൽ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ. എന്നെ അത്രക്ക് വിശ്വാസമില്ലേ? പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? എന്തായാലും ഇത് തെളിയിക്കാതെ പറ്റില്ലല്ലോ. തുടരുത്. എന്താടാ ഇത്? എന്നതാടാ ഇത്? അയ്യോ, ഇത്രയും വെള്ളം എന്നതാടാ ഇത്? ഇനി പാത്രത്തിൽ ചോർച്ചണ്ട. നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടാ, പാൽ കച്ചവടത്തിന്റെ ABCD പഠിച്ചു വളർന്നവനാ ഞാൻ. പക്ഷെ ഈ പണി ഞാൻ ചെയ്തിട്ടില്ല. നീ കാരണം എനിക്കാ കെട്ടപ്പേരുണ്ടായത്. ഇനി മേലിൽ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോരുത്. പോടാ. എടാ പോടാ. ചേട്ടാ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്നോട് പാലിൽ വെള്ളം ചേർത്ത് വിൽക്കാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണനാ. പത്രത്തിൽ പരസ്യം കൊടുക്കണം, ഫേഷ്യൽ ചെയ്യണം, കത്തയക്കണം. ഇതിനൊക്കെ പണം കണ്ടെത്താൻ ഇതൊക്കെ എന്നെ അവനാ പഠിപ്പിച്ചത്. എന്റെ കൃഷ്ണ. പോയോ? എന്നാലും ഈ കള്ളക്കളികളിൽ എനിക്കും പങ്കെടുന്നുള്ള മഹാസത്യം നീ വീട്ടിൽ പോയി പറഞ്ഞ വലിയ ചതിയായി പോയടാ. പരസ്പര സഹായ സഹകരണ സംഘമാകുമ്പോ ലാഭം മാത്രം വീഴ്ചെടുത്താ പോരാ, നഷ്ടവും സഹിക്കണം. എന്റെ മാനം പോയി. നിന്റെ മാനല്ലേ പോയുള്ളൂ, എന്റെ മാനവും പോയി, പണിയും പോയി. ഇനി വീട്ടിലോട്ട് എങ്ങനെ ചെല്ലും? അച്ഛന്റെ മുഖത്ത് എങ്ങനെ നോക്കും? ഇങ്ങനെ നോക്കിയാ മതി. ഇവിടെ പട്ടി. എന്റെ ജന്മം നായ നക്കിയ പോലെ ആയി. കറക്റ്റ്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ നിന്റെ ജന്മം പട്ടിക്ക് നക്കാനുള്ള വേസ്റ്റ് ആണെന്ന്. നിന്റെ കൂടെ കൂടി എന്റെ ജന്മം മൂന്നാറിൽ കെട്ടിയ റിസോർട്ട് പോലെ ആയിപ്പോയി. ഭാഗ്യദേവത നിങ്ങൾ വീണ്ടും വീണ്ടും മാറി മാറി വിളിക്കുന്നു. ടിക്കറ്റ് എടുക്കൂ. ആരുടെ ഞങ്ങളെ മാറി വിളിക്കാൻ ഭാഗ്യദേവത? ബസ് സ്റ്റാൻഡിൽ നടത്തറ കനകോ? അല്ല, എന്ത് പഞ്ചാബിന്റെ എവിടുത്തെ? പഞ്ചാബ്. അയ്യോ, ഇപ്പൊ പൂട്ടി മോനെ പൂട്ടി, നിന്റെ പണി പൂട്ടി. ചെസ് കളിയിൽ ഈ രമണനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. നിനക്കെന്നല്ല ഒരുത്തനും. ഈ പുണത്താങ്കര പഞ്ചായത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ ആഗോള പ്രതിഭാസമായേനെ.
me. Is this Gokulam house? I'm Sandra from America. I got an application regarding marriage proposal. So I have to see the person. By any chance, are you Mr. Gopalkrishnan? Wow! You're so handsome! Gopalkrishnan! I really like you. വിടാൻ ഇവളോട് പറ. ഇവളെന്നെ പിടിച്ചിരിക്കുന്നു. കണ്ടാ കണ്ടാ? പട്ടാപ്പകൽ എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ആരാ ഇവള്? ആ എനിക്കെങ്ങനെ അറിയാ? അമേരിക്കന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ പണ്ടാറ് പീഡനമായിരുന്നു. Mr. Gopalan Nair? My father-in-law! ആ ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഭാഷ അറിയാത്തതിന്റെ ഒരു കുഴപ്പമായി. Country fellows. I will shoot you. നിങ്ങൾ അറിയൂ, ഞാൻ കൈകാര്യം ചെയ്യാം. മോളെ ആരാന്ന് ചോദിക്കും. Who are you? ഇംഗ്ലീഷിൽ ചോദിക്കടി. Why did you come here? എന്തിനാ വന്നതെന്ന് ചോദിച്ചാ നമ്മുടെ ഭാഷ ഹമ്പടി. ദൈവമേ, നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ ഇത്ര പീഡന സഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? നിർത്തടാ. എടി കൊച്ചേ, നീ എന്തിനാ വന്നേ? നിങ്ങളുടെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നിരുന്നു. എന്നാ പിന്നെ നേരിട്ട് വന്ന കാര്യം തിരക്കാമെന്ന് കരുതി. കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി എന്നെ കല്യാണം എന്ന് തീരുമാനിച്ചാൽ മതി. അവന് കിട്ടുന്ന പണിയാണല്ലോ എനിക്ക് മാറി കിട്ടിയത്. എന്റെ മോനെ നിനക്ക് കല്യാണം കഴിക്കണമല്ലേ? എടാ ഗോപാലകൃഷ്ണ, എന്തിനാ അലറുന്നേ? മോൻ അടുത്ത് നിപ്പുണ്ടല്ലോ. ഇവനാ എന്റെ മകൻ. അയ്യടാ, എവിടാ ഗോപാലകൃഷ്ണൻ? അവൻ മുങ്ങി. വാ വാ വാ. പ്രശ്നം ഉണ്ടാക്കല്ലേ? വാ. അതെ, കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ? എന്റെ നന്ദീശ്വര. ഒരു 5 മിനിറ്റ്. വാ. പശുവിനുമില്ലട മാനാഭിമാനം. തനിക്ക് ഇഷ്ടമല്ലാത്തൊരു അന്യപുരുഷം വേഗത്തൊട്ടാ ഏത് പെണ്ണും ചെരുപ്പൂരി അടിക്കും. ഊരാൻ ചെരുപ്പില്ലാത്തത് കൊണ്ടാ ഇവള് കാലുവെക്ക് തോൽച്ചത്. കൺഗ്രാറ്റുലേഷൻ കൊച്ചമണി. എന്തിനാണ് അറിയാത്ത പണി ചെയ്യാൻ പോയത്? എന്റെ പണി കളയാൻ. അച്ഛന്റെ പരാതിയും പരിഭവവും തീർക്കാവെന്ന് വിചാരിച്ചു. അതിങ്ങനെയായി. ഇവനെന്താ ഇത്ര പെട്ടെന്ന് സൽസ്വഭാവിയായി തലതിരിച്ചു പോയത്? നാടൻ കോഴിമുട്ട. കോഴിയല്ല പറന്നു മുട്ടയിട്ട്. വല്ലതും പറ്റിയോ? പിന്നെ പറ്റാതെ 500 രൂപയുടെ മുട്ടയല്ലേ പൊട്ടിയത്? അതല്ല, ദേഹത്ത് വല്ലതും പറ്റിയോ? ഇല്ല, എനിക്കൊന്നും പറ്റിയില്ല. ആക്സിഡന്റ്. ഒരാള് ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ചർച്ച നടത്താൻ വേണ്ടത്. വരും വരും. എവിടേക്ക്? ആശുപത്രിയിലേക്ക്. അതിന് മാത്രം ഒന്നുമില്ല. അത് നിങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത്. നടക്കാനാ പറഞ്ഞത്. വിട്. നിങ്ങൾ ആരാ? ജീപ്പ് ജീപ്പ്. എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന്. കുഴപ്പമില്ല. ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാവരും രക്ഷിക്കുന്നതാ. നേരെ ശങ്കരമംഗല ആശുപത്രിയിലോട്ട് പോട്ടെ. എന്തിനാ സാർ ഇതൊക്കെ? നിങ്ങൾ അധികം സംസാരിക്കരുത്. ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാവും. സിസ്റ്റർ, രക്തം, കഫം, മലം, മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം. ആ എക്സ്റേ, തലയുടെ, നെഞ്ചിന്റെ, പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെയും ഓരോന്നിരിക്കട്ടെ. എല്ലാം എടുത്തല്ലോ? എടുത്തു സാർ. ഇതിലും ഭേദം ആക്സിഡന്റ് ഞാൻ ചത്തു പോകുന്നതായിരുന്നു. അതിന് ഇനിയും സമയമുണ്ടല്ലോ. എല്ലാ പരിശോധനയും ചേർത്ത് ബില്ല് എന്ത് വരും? 1500 വരും സാർ. വെരി ഗുഡ്. എങ്കിലും നേരെ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്ക്. എക്സ്റേ, പരിശോധന റിപ്പോർട്ട് എല്ലാം കാണിക്കണം. ഓപ്പറേഷൻ വേണ്ടി വന്നാൽ അത് ഉടൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തേക്കും. ഒന്നിനും ഒരു കുറവും വരുത്തണ്ട. എന്റെ ഭഗവാനെ. ചെല്ലു ചെല്ലു ചെല്ലു. ശ്വാസം വലിച്ചു വിട്ടെ. എന്താണ് സിസ്റ്റർ ഇത്? ദേഹത്തൊരു പോറിൽ പോലും ഇല്ലാത്ത ഇയാളെ പിടിച്ചോണ്ടുപോയി ഈ ടെസ്റ്റുകളൊക്കെ എടുപ്പിച്ച് എന്തിനാ? ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു? എനിക്കൊരു കുഴപ്പമില്ല എന്ന് 100 വട്ടം പറഞ്ഞതല്ലേ. രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ?
അതിനു മുമ്പ് ഈ ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു? പറയൂ. രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ്. പുള്ളിക്കാരൻ തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും. ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ ആദ്യമായിട്ട് കാണുക സാർ. ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ച് ജീപ്പി കയറ്റി ഒരു വരവായിരുന്നു. അത് ശരി. ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായി. എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ഇതൊക്കെ. മഹാദേവൻ സാറ് ചെയ്ത ഒരു വലിയ കാര്യ. 5 മിനിറ്റ് വൈകിരുന്നെങ്കിൽ ആ മുട്ടക്കാരൻ തട്ടിപ്പോയനെ. എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ? സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ. എന്ത് വേണേ ചെയ്യാം. കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. എന്താ? അതൊക്കെ ഡോക്ടറുടെ ഇഷ്ടം. എന്തായാലും അയാളെ ഒരു 2-3 മാസം ഇവിടെ കിടത്താനുള്ള ഒരു വകുപ്പുണ്ടാക്കിയാൽ വളരെ നല്ലത്. മിസ്റ്റർ മഹാദേവൻ ഇരിക്കൂ. ഞാൻ ഒരിക്കൽ കിള്ളിക്കുറിശി പോകുന്ന വഴിക്ക് ശങ്കരമംഗലം ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ. ഞാനൊരു ഡോക്ടറല്ല, എങ്കിലും എന്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഡോക്ടർ അങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഡോക്ടർക്ക് എന്തും തരും. എന്ത് തരും? എന്തും. എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത്? ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത്? അതിരിക്കട്ടെ, ഡോക്ടർ ജോസഫ് മാത്യു എന്തുകൊണ്ടാണ് അവിടുന്ന് പോയത്? ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാറ് പിരിച്ചുവിട്ടതാണ്. കാരണം? മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് എനിക്കിഷ്ടമല്ല. കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഞാനത് ഡോക്ടറോടായതുകൊണ്ട് മാത്രം പറയണം. ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ്. അത് ശരി, കൊള്ളാലോ. അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പാണല്ലേ? ചീപ്പാണെന്ന് മാത്രമല്ല, ആള് കള്ളനുമാണ്. ഓഹോ, കള്ളനുമാണല്ലേ? അതെ ഡോക്ടർ, ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല. നമ്മുടെ ഈ സിറിഞ്ചിലെ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് 3-4 കേസ് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു. ഭയങ്കര. പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട്, പക്ഷെ പറഞ്ഞേ പറ്റൂ. ഒരു ദിവസം നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു. അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി. നേരെയാണോ ഡോക്ടർ ജോസഫ് മാത്യു? കാഷ്വാലിറ്റിയിൽ അങ്ങോട്ട് അടുക്കാൻ വയ്യ. OP-യിലാണെങ്കിൽ തിക്കും തിരക്കും. നമ്മുടെ നാട്ടിൽ ഇത്രയും രോഗികളുണ്ടെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. അമ്മായി ഒന്ന് വന്ന് കാണണം, അന്തം വിട്ടുപോകും. ഞാൻ ഇത്തവണ ഒരു ടെക്നിക്ക് ആലോചിച്ചമ്മാവ. ഡോക്ടർ ആരായിരുന്നാലും അയാൾ സുന്ദരനായിരിക്കണം. എന്താ കാര്യം? സ്ത്രീ രോഗികളുടെ തിരക്ക് കൂടും. അതുപോലെ സംഭവിച്ചു. 99% രോഗികളും സ്ത്രീകളാണ്. എങ്ങനെയുണ്ട് എന്റെ ടെക്നിക്ക്? നിന്റെ ആ ടെക്നിക്ക് നന്നായിട്ടുണ്ട്. ആ ഊമക്കത്തുകാരൻ ഇതൊക്കെ നന്ദിനെ എഴുതി അറിയിച്ചിരുന്നെങ്കിൽ. ഓ, അതൊന്നും സാരമില്ല മഹാദേവ. ഞാൻ പറഞ്ഞ മറ്റേ ടെക്നിക്ക് ഉണ്ട്. അതേത് ടെക്നിക്ക്? പ്രമാണത്തിൽ ഒപ്പിട്ട എന്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ലണ്ടനിലേക്ക് അയക്കുന്ന ടെക്നിക്ക്. ഓ, ആ ടെക്നിക്ക്. പ്രമാണം എടുക്കട്ടെ? എടുത്തോളൂ. അയ്യോ അമ്മാവാ, പൊളിച്ചു. സൂര്യൻ അസ്തമിച്ചു പോയില്ലേ? ഇനി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ പോയി വിളക്ക് കത്തിക്കട്ടെ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളെ കൊണ്ടുവന്ന് നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ താമസിച്ചോ, ഞാൻ നിങ്ങളെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടന്. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ഇല്ല. ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് ഉണ്ട്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കണം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തെഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോ എന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ?
പൂട്ടല്ലേ? ഹലോ, മൃഗാശുപത്രിയോ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്, ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി സോറി സോറി. ഇല്ല ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ 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 ഹലോ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. ഇനി ഇവിടെ ചോറും കറിയും വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോ ഒന്ന് കാണണം. ഭദ്രകാളി, സ്വന്തം ഭർത്താവ് പട്ടിണി കിടന്ന് ചാവണമെന്ന് അവരുടെ ആശ. അല്ലടി, നിന്നെ കൊന്നിട്ട് ഞാനും ചാവുള്ളൂ. അടി ഭദ്രകാളി, ഇറങ്ങി വാടി. എന്താണ് ഈ നോക്കുന്നത്? കാരണം പോലീസും നീയും തമ്മിലുള്ള ഇടപാട് നാട്ടിൽ മുഴുവൻ പാട്ടായി നാളെ കിടക്കുമ്പോഴാണ് ഞാൻ വന്നത്. പോലീസ് മുങ്ങിയപ്പോ ഒരുത്തരും കിട്ടിയില്ല നിന്നെ കെട്ടാൻ. ഞാൻ കെട്ടി. അതാണ് എന്റെ ആത്മാർത്ഥത. ആ എണ്ണ നിനക്കിപ്പം വരില്ല. എനിക്ക് മാത്രം ഇവിടെ ചോറില്ല. അല്ലടി, എന്താ കണ്ടൂടെ ചട്ടി? പഴയതിൽ ഇനി ഇതും കൂടി ബാക്കിയുള്ളൂ. ഇതും കൂടി ഒന്ന് ഉടച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് പോയി പുതിയത് വാങ്ങിക്കായിരുന്നു. പിന്നെ അത് ഉടച്ചു തുടങ്ങാം. ഉടക്കാനാ പറഞ്ഞത്. തൊട്ട് പോരു തന്നെ. ഈ കയ്യേ വിട്ടു. കള്ളു കുടിക്കാൻ കാശ് വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലേ ഇത് അരി വാങ്ങിക്കാനുള്ള കാശാണ്, ഇത് തരില്ലെന്ന്. അപ്പ പറഞ്ഞ് എനിക്ക് ചോറ് വേണ്ട, കള്ളു മതിയെന്ന്. കള്ളു കുടിച്ചു കഴിഞ്ഞപ്പോ ചോറ് വേണമെന്ന്. ഇവിടെ ചോറില്ല, ഇല്ല ഇല്ല. ഇനി ഇവിടെ കിടന്ന് ഒച്ചയും വേളം ഉണ്ടാക്കിയാലുണ്ടല്ലോ. എന്റെ സ്വഭാവം അറിയാലോ. കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെങ്കിലേ പിന്നെ എന്തിനാ ഇയാളെന്നെ കെട്ടിയത്? നിന്റെ തന്ത എനിക്ക് കാശ് തന്നിട്ട്. അവളെ വിടടി, എന്നെ കൊല്ലട്ടെ. ഞാൻ ചത്താ അവക്ക് കരണം പോലീസില്ലേ? പിള്ളേരുടെ മുമ്പിൽ വെച്ച് തോന്നിയാസം പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കരണം പോലീസുമായിട്ട് എനിക്ക് ബന്ധം ഉണ്ടായിരുന്നെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളുടെ ആദ്യ ഭാര്യ പതിവ്രതയായിരുന്നല്ലോ. എന്നിട്ട് എന്തേ അവളൊരു ലോക കള്ളനെ പറ്റൂ? മുട്ടേന്ന് വരുന്നതിന് മുമ്പ് ജയിലിൽ കിടന്നില്ലേ? ഇപ്പോഴും ആളുകളെ പറ്റിച്ച് നടക്കില്ലേ? എത്ര കലം പൊട്ടിച്ചു പറ. എനിക്ക് ചോറ് തന്നില്ല. ചോറ് വേണ്ട, ആ അരിയുടെ കാശിന് കള്ള് മതി എന്ന് ചേട്ടൻ പറഞ്ഞാണ്. അത് തന്നെയല്ലേ സംഭവം. ഇന്നെങ്കിലും വല്ല പുതുമ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. ഉണ്ടായില്ല. കലത്തിന്റെ കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നേക്കാം. അയ്യോ, പ്രശ്നം തീർന്നല്ലോ, തീർന്നല്ലോ. ഈ രൂപ രാജഗോപാൽ എന്റെ പേർക്ക് മണി ഓർഡർ അയച്ചതാ നിങ്ങൾക്ക് തരാൻ. ആണോ? എങ്കിൽ എനിക്ക് മുട്ടി ഇവളിപ്പോ അവനെ തെറി പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ പറയാതിരിക്കും? അവന്റെ ഈ പെമ്പിള്ളാരുടെ തള്ള രണ്ടാണെങ്കിലും തന്ത നിങ്ങൾ തന്നെയല്ലേ. പെങ്ങന്മാർക്ക് ചെലവിന് കൊടുക്കേണ്ടത് ആങ്ങളയുടെ കടമയാ, ഇല്ലേ അയ്മുട്ടി? അതെ അതെ അതെ. കൊല്ലിഞ്ഞ എന്താടി നോക്കിയിരിക്കുന്നത്? കേൾപ്പണി കാഴ്ച കാണാൻ വന്ന് നിൽക്കുന്നു. ഈ പണം അവൻ എന്റെ പേർക്ക് അയക്കാൻ എന്താ കാരണം? എന്താ ഇവിടുത്തെ മേൽവിലാസം അറിഞ്ഞൂടെ? എന്തോ എനിക്കറിഞ്ഞൂടാ. അവൻ എവിടെ ഉള്ളത്? ആരെയാ ഇപ്പൊ അവൻ പറ്റിച്ചോണ്ടിരിക്കുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ എന്റെ പടച്ചോനെ. നീ അവനെ കണ്ടു? ഈ പണം നിന്റെ കയ്യിൽ അവൻ നേരിട്ട് തന്നാന്ന് ഞാൻ പറയും. അല്ലെന്ന് ഞാൻ പറയുന്നു. ശരി ശരി, അല്ലെങ്കിൽ മോനെ ഒരു 50 രൂപ എനിക്ക് താടാ. 50 രൂപ പോയിട്ട് 10ന്റെ പൈസ എന്റെ കയ്യിലില്ല. ഇല്ലെങ്കിൽ വേണ്ട, വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം.
വേണ്ട ഞാനിപ്പോ ചായ കുടിച്ചാണ്. ഞാൻ ചായ കുടിച്ചാണെന്ന്. ശരി, അതവിടെയുള്ള കുടിച്ചേട്ടാ. ഞാനിപ്പോ കുടിച്ചാ അതെ, വാതിലടിച്ച് കുച്ചിട്ടതാ. നിനക്കറിയാം അവൻ എവിടെയാ ഉള്ളതെന്ന്. അവൻ കാശുണ്ടാക്കുന്നുണ്ടെന്നുള്ളതും എനിക്ക് മനസ്സിലായി. അവനെ കാണിച്ചു തരാതെ നിന്നെ ഇവിടുന്ന് പുറത്തു വിടുന്ന പ്രശ്നമില്ല. ആയിമുട്ടി പട്ടി. ഡോക്ടർ എന്താണ് ഡോക്ടർ അച്ഛനും അമ്മയും വന്നിരിക്കുന്നു. ഡോക്ടറിന്റെ അച്ഛനും നോക്കത്താ ദൂരം വരെയായിരുന്നു പാടം. പിന്നെ തെങ്ങുന്തോപ്പ്, റബ്ബർ, ചുക്ക്, കുരുമുളക്, ഏലം ഇതെല്ലാം വെച്ചിട്ടാണ് ഇവനെ പഠിപ്പിച്ചത്. കോഴിക്കോട് പഠിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞ് എറണാകുളത്ത് പഠിക്കണം, പിന്നെ പറഞ്ഞ് തൃശ്ശൂര് പഠിക്കണം, പിന്നെ കണ്ണൂര്, കോട്ടയം, കാഞ്ഞിരപ്പള്ളി, അങ്ങനെ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള സ്ഥലത്ത് ഞങ്ങൾ അവനെ പഠിപ്പിച്ചു. ഇതും കഴിഞ്ഞപ്പോ പറയാണ് എന്തോ ഒരു പാല്, എന്ത് പാല്? മണിപ്പാല്. മണിപ്പാല് ഞാൻ പറഞ്ഞോളാം, എനിക്കറിയാം, ഇടയ്ക്ക് കയറി പറയരുത്. എന്താടാ? മണിപ്പാലി പഠിക്കണം. ആ സമയത്താണ് നമ്മൾ ആ റബ്ബർ എസ്റ്റേറ്റ് വിറ്റത്. 27 ഏക്കറല്ല, അമരാവതിയിലുള്ള 30 ഏക്കർ. ആര് നോക്കണ എവിടേക്കാ കിടക്കണെന്ന്? എന്ത് വിറ്റാലെന്താ, ഒന്നും പാഴായി പോയിട്ടില്ലല്ലോ. റബ്ബറും തെങ്ങും ഒക്കെ ഇനി ഇഷ്ടം പോലെ വാങ്ങിക്കാവല്ലോ. എല്ലാരും ഉണ്ടല്ലോ. മമ്മി എന്തൊക്കെയുണ്ട് വിശേഷം? ഡാഡി എവിടെ? ഡാഡി അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ആളെ കണ്ടിട്ട് മനസ്സിലായില്ല. സുമേ, ലതേ, അയ്മുട്ടി. ഞങ്ങളെയൊന്നും ഓർക്കുന്നില്ല. ഒരു എഴുത്തുമില്ല, ഒരു ഫോൺ പോലും ചെയ്യാറുമില്ല. ഡോക്ടർക്ക് എവിടെ ഇതിനൊക്കെ സമയം? മമ്മി, ഡാഡി, ഇത് ആശുപത്രി ഓണർ കുമാരൻ തമ്പി. മാധവൻ തമ്പി. ഓ, മാധവൻ തമ്പി. ഞങ്ങൾ വേണ്ടതുപോലെ പരിചയപ്പെട്ടു. ഡോക്ടർ ഡ്യൂട്ടിയിലല്ലേ, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് വേണ്ട, അവർക്ക് പോകാൻ തിരക്ക് കാണും. തിരക്കില്ല, ഞങ്ങൾക്ക് ഒരു തിരക്കുമില്ല. അപ്പോഴോ അയ്മുട്ടി, ഇറങ്ങാൻ നേരത്തെ കാറ് കേടായി. പിന്നെ ഞങ്ങൾ ലോറിയിൽ അല്ല ബസ്സിലാവുന്നത്. ഡോക്ടറെ, എല്ലാം ഒരു നിമിത്തമായിട്ടാ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ ഡാഡിയും മമ്മി ഇന്നിവിടെ എത്തിച്ചേരുവോ? വന്നാട്ടെ, ഞാൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. വന്നാട്ടെ, നമുക്ക് വൈകിട്ട് കാണാം. ഞാൻ പറഞ്ഞു. ഹായ് നന്ദിനി. ഹലോ ദേവേട്ടൻ. അയ്യേ, ഇതെന്താ ഇങ്ങനൊരു വേഷം? അത് ഒരു രസം. ആശുപത്രിയിലെ ഭയങ്കരമായ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ ഉടൻ ഞാൻ എപ്പോഴും പാൻസിന്റെ മേലെ ഇങ്ങനെ ഒരു കൈലി എടുത്ത് കൊടുക്കും. അതെന്തിനാ? മാറ്റണം, മാറ്റാം. അമ്മ അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഞാനും എയർപോർട്ടിൽ വരുമായിരുന്നില്ലേ? പറയാം. എന്താ മഹാദേവ നീ ഇങ്ങനെ വിവരക്കേട് സംസാരിക്കുന്നത്? അവളിൽ എന്നിൽ നിന്ന് വന്ന പെണ്ണല്ലേ. നമ്മളെ പോലെ ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അവിടെ ഉണ്ടോ? അവിടെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കും, കവളത്തുന്നുള്ളും. അതൊക്കെ സർവ്വസാധാരണമല്ലേ. എങ്കിൽ അവളെന്താ എന്റെ മടി കയറിയിരിക്കാത്തത്, കവളത്ത് നുള്ളാത്തത്? എന്റെ കവളും മടി ഇവിടെ ഫ്രീ ആയിട്ടിരിക്കാണല്ലോ. അതെ, അവൾ അറിഞ്ഞു കാണത്തില്ല. അഥവാ അറിഞ്ഞാൽ തന്നെ അങ്ങനെയൊക്കെ നിന്റെ അടുത്ത് കാണിക്കണമെന്ന് അവൾക്ക് കൂടെ തോന്നണ്ടേ? അതെന്താ തോന്നാത്തത്? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. എടാ, നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞല്ലേ പ്രമാണത്തിലൊപ്പെടെന്ന്. എടാ, ഈ സ്വത്ത് മുഴുവൻ അവിടെ വരുന്ന എഴുതി വെച്ചെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൾ കവളത്തുകൊണ്ടുകയല്ല, നിന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചേനെ. ആ ഒപ്പിടാൻ നേരത്ത് പല്ല് ചലച്ചു, പട്ടി കുറച്ചെന്നൊക്കെ പറഞ്ഞ് നീ മടിച്ചതല്ലേ കുഴപ്പമായത്. ഒപ്പിട്ടാലെല്ലാം നേരെയാവുമെന്ന് അമ്മാവന് തോന്നുന്നുണ്ടോ? എനിക്കുറപ്പാ. എങ്കിൽ ഒപ്പിട്ട് കഴിഞ്ഞു. പാൽനിറ പാൽക്കുറമ്പ് എന്നിവ ഉള്ള കയ്യിലിട്ട് ചലച്ചുണ്ടാക്കിയ ഈ മരുന്ന് നിങ്ങൾ ചൂട്ടുവരെ കൊണ്ട് തോണ്ടിയെടുത്ത് അണ്ണാക്കിട്ട് ഒരു 3 കറക്ക് ടപ്ലിയു 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 എന്ന് സ്വരം കേട്ടാൽ സംശയിക്കേണ്ട സുഹൃത്തെ നിങ്ങളുടെ രോഗം ചേട്ടം മാറി. നോക്കണം സാർ, ഇതുപോലെ എന്റെ കയ്യിലിരിക്കുന്ന കെട്ടുമ്പനെ ആനാക്കാമാനെ പൂനെയാക്കാം, പൂനെ ചേനയാക്കാം. ഇത് മായമല്ല, ജാലമല്ല, മരുന്നിന്റെ മാറ്റൊരു ശക്തി മാത്രമാണ്. ആലപ്പിയടി മാലി കൊണ്ടോട്ട് കൊല്ലേണ്ട വിദേശ രാജ്യങ്ങൾ ചുറ്റിത്തളിച്ചാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാനെന്ന് പറയുമ്പോ കളിയാണ് പൊളിയാണ് ചതിയാന്ന് അറിയില്ല സുഹൃത്തേക്കില്ല. പാറയിൽ മുള്ളിയ തെറിക്കുക, വെള്ളത്തിൽ മുള്ളിയ നുരവുക, ചില മൂന്ന് നീ നാവാട്, ഞാൻ മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരാം. നോക്കണം സാർ.